ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കഴിഞ്ഞ ദിവസം വിജയുടെ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, തമിഴ്നാട് കത്തിയിരിക്കുകയാണ് മൊത്തത്തിൽ. ന്യൂസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും കംപ്ലീറ്റ് വിജയ് മയമാണ്. വിജയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു ഭാഗത്ത്, സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ മറുഭാഗത്ത്. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. എന്നിരുന്നാൽ പോലും വിജയുടെ ഒരു സ്റ്റാർഡം നമുക്കറിയാം. അദ്ദേഹത്തിന് ഭയങ്കര സപ്പോർട്ടാണ്. അണ്ണൻ ഇനി ഏതൊക്കെ രീതിയിൽ പോയാലും അണ്ണന്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കും അണ്ണ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് ഞാൻ കണ്ടതിലും കൂടുതൽ. നല്ല രീതിയിൽ PR വർക്കും നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് 3 മാസം മുമ്പ് റെഡിറ്റിനകത്ത് വന്ന ഒരു പോസ്റ്റാണ്. അത് ആക്ച്വലി ആ ഒരു പോസ്റ്റ് അന്ന് തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അന്ന് അത് ആരോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇപ്പോൾ അത് ഈ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ സംഗീത വിജയ്ക്കെതിരെ കൊടുത്തതിന് ശേഷം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാധനം. ഇതിനകത്ത് പറയുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയുടെ പൊളിറ്റിക്കൽ കരിയർ തകർക്കാൻ വേണ്ടിയിട്ട് DMK ഇറക്കിയതാണ് സംഗീത എന്നാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്ന മെയിൻ കാര്യം. ഇത് ഇപ്പോൾ ഇറക്കിയ പോസ്റ്റ് അല്ല, 3 മാസം മുമ്പ് ഇട്ട പോസ്റ്റാണ്. എന്താണെങ്കിലും ഞാൻ ആ ഒരു പോസ്റ്റ് ഒന്ന് വെക്കാം. വിജയ് ഫാമിലി ഈസ് ടോട്ടലി അഗൈൻസ്റ്റ് ഹിസ് പൊളിറ്റിക്കൽ കരിയർ. വിജയുടെ ഫാമിലി പൊളിറ്റിക്കൽ കരിയറിന് ടോട്ടലി അഗൈൻസ്റ്റ് ആണ്. വിജയ് വാണ്ട് ടു ഡു സംതിങ് ഫോർ ദ പീപ്പിൾ ഹു ഗേവ് ഹിം എവറിത്തിങ്. ഹി കംപ്ലീറ്റ്ലി ബിലീവ്സ് ദാറ്റ് തമിഴ്നാട് പീപ്പിൾ മേഡ് ഹിം ദിസ് ബിഗ്. സോ ഹി വാണ്ട് ടു ഡു സംതിങ് ഫോർ ദം. മോർ ഓവർ ഇനിയാണ് വായിക്കേണ്ടത്. വിജയ്സ് വൈഫ് ഈസ് ആൻ എലൈറ്റ് ലേഡി ഹു ഈസ് ഇൻ വെരി ക്ലോസ് വിത്ത് DMK ഫാമിലീസ്. വിജയുടെ പൊളിറ്റിക്കൽ ശത്രുവാണല്ലോ DMK. അപ്പം DMKയുമായിട്ടുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്, DMK ഫാമിലിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് വിജയുടെ വൈഫ് സംഗീത എന്നാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്നത്. ഇത് മാത്രമല്ല, ബാക്കിയുടെ കേക്ക്. വിജയ് ഡിഡ് നോട്ട് ലൈക്ക് ദാറ്റ് ആൻഡ് വോണ്ട് ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ഹിസ് പൊളിറ്റിക്കൽ ഡിസിഷൻ. വിജയ് ഈസ് വെരി സിമ്പിൾ ഗൈ ഈവൻ though he's a rich, but this wife is a boss lady and creates so many problems for him. She is completely against Vijay's political career and want him to quit. She is highly manipulated by DMK family and trying to end Vijay's political career. Vijay and Trisha shares a beautiful bond of friendship. Sangeeta wantedly provoked him this way. Sangeeta is a willy for Vijay. Mark my word, DMK family will use Sangeeta against Vijay before election. Mark my word, DMK family സംഗീതയെ ഇലക്ഷന് മുൻപ് തോൽപ്പിക്കും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ തൃഷയും വിജയും തമ്മിൽ ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണുള്ളത്. അതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതെല്ലാം DMK അടിച്ചിറക്കുന്ന സാധനങ്ങളാണ് എന്നാണ് ഇതിനകത്ത് ഈ പോസ്റ്റ്മാൻ എഴുതി വെച്ചേക്കുന്നത്. അതുകൂടാതെ തന്നെ വിജയ് അണ്ണനെ നല്ല രീതിയിൽ ഈ ഒരു പോസ്റ്റിനകത്ത് പോസ്റ്റിനങ്ങ് പീക്കി കയറ്റി വെച്ചേക്കുന്നുണ്ട്. ഏതോ ഒരു കട്ട വിജയ് ആരാധകൻ എഴുതിയതാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. DMK ലാസ്റ്റ് വെപ്പൺ ഈസ് ദാറ്റ് only. വിജയ് ഷുഡ് ഫേസ് ആൻഡ് ഓവർകം ദിസ്. പൊളിറ്റീഷ്യൻ വിത്ത് genuine service mind should not leave politics. DMK knows very well that cannot stop Vijay through normal politics. They know his rise is people driven. They know women, youth and first time voters stand with him a huge number. They know he's become unstoppable. So yes, they will go to any extent before election. They will attempt to break his emotionally, personally and politically. This is their final weapon. അപ്പം മനസ്സിലായല്ലോ, വിജയെ നശിപ്പിക്കാൻ DMK ഏതറ്റം വരെയും പോകും. അതിനു വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന അവരുടെ ഫൈനൽ വെപ്പൺ ആണ് സംഗീത എന്നാണ് ഈ ഒരു പോസ്റ്റിനകത്ത് 3 മാസം മുമ്പ് പറയുന്ന കാര്യം. ആൻഡ് ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്ന ഡേറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ജൂൺ 22, 2025. വിജയുടെ ബർത്ത്ഡേയുടെ അന്ന് നമ്മുടെ തൃഷ ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ടല്ലോ, ഈ ഫോട്ടോ അന്ന് ഷെയർ ചെയ്തതാണ്. അന്നും ഈ ഒരു കാര്യം വളരെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ആ ചർച്ച ആവുന്ന സമയത്ത് റെഡിറ്റിനകത്ത് വന്ന ഒരു കമന്റ് ആണ്, ഒരു പോസ്റ്റാണ് ഇത്. ഈ ഒരു പോസ്റ്റ് നിലവിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, അത് ഡിലീറ്റഡ് ആണ് 3 months ago. ആൻഡ് സംഗീത ഈ ഒരു പെറ്റീഷൻ കൊടുത്തതിന് ശേഷം ഈ ഒരു പോസ്റ്റ് വെച്ചിട്ടാണ് ഇപ്പം കുറെ PR വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് DMK അടിച്ചിറക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ സാധനം പോകുന്നുണ്ട്. നമുക്കറിയില്ല ഇതെന്താണെങ്കിലും വിജയുടെ ഈ ഒരു കാര്യം DMK പൊളിറ്റിക്കലി അല്ലെങ്കിൽ വിജയെ തകർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അവന്മാർ ഏത് എക്സ്റ്റെന്റ് വരെയും പോകും, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. പിന്നെ ഈ ഒരു പോസ്റ്റിന്റെ കാര്യത്തിൽ വേറൊരു സംശയം കൂടെ എനിക്കുണ്ട്. ഇത് DMK തന്നെ അടിച്ചിറക്കണമെന്നില്ല. ഇങ്ങനെ ഒരു സംഭവം വരും, സംഗീത എന്നെങ്കിലും വിജയ്ക്കെതിരെ വരും എന്ന് ഇന്റേണലി ഉള്ള ആളുകൾക്ക് എന്താണെങ്കിലും അറിയാൻ പറ്റും. അപ്പോ മുൻകൂറായിട്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞിട്ടതും ആവാമല്ലോ ഈ ഒരു പോസ്റ്റ്. മനസ്സിലായോ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ജൂൺ 22-നാണ്, വിജയുടെ ബർത്ത്ഡേ അന്നാണ്. അന്ന് തന്നെ ഈ സംഭവങ്ങളൊക്കെ
ചർച്ചയാവുന്നുണ്ട്. DMK ഓൾറെഡി അത് യൂസ് ചെയ്യുന്ന തരത്തിലോട്ട് വരുന്നുണ്ട്. പലതരത്തിലുള്ള സംസാരവും ഗോസിപ്പും അന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഓൾറെഡി ഈ TVK ടീം തന്നെ ഇങ്ങനെ ഒരു സാധനം ഇട്ടതും ആവാം. അതിന്റെ സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന തൃഷയുടെയും വിജയുടെയും ഈ ഒരു കാര്യം, അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് സീരിയസ്ലി എനിക്ക് അങ്ങനെ തോന്നണില്ല. ഈ സംഗീത കൊടുത്ത പെറ്റീഷനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും 25 വർഷം കൂടെ താമസിച്ച തൻ്റെ 2 മക്കളുടെ അമ്മയായിട്ടുള്ള സംഗീത ഒരിക്കലും വിജയുടെ കരിയറിന്റെ ഏറ്റവും പീക്ക് നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു പെറ്റീഷനുമായിട്ട് സ്നേഹമുള്ള ഒരു വൈഫും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അതിന്റെ ആവശ്യവും വരുന്നില്ല. മകൻ ഇപ്പം പുതിയ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെറുക്കനും ഈ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. അവർക്ക് വേറൊരു ഉദ്ദേശം ഇതിന്റെ പുറകിലില്ല. ആ പെറ്റീഷനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇവരിത് ചർച്ച ചെയ്ത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചു. പക്ഷെ വിജയ് അതിന് സമ്മതിക്കുന്നില്ല, വിജയ് അതിന് സഹകരിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ആ പെറ്റീഷൻ അത് പറയുന്നത്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ്, പുള്ളിക്കാരൻ വിജയെ സേതുപതിയെ വരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ വിജയെ അൺഫോളോ ചെയ്ത് കളഞ്ഞേക്കാണ്. സ്വന്തം മകൻ ഇൻസ്റ്റാഗ്രാമിൽ വിജയെ ഫോളോ ചെയ്യുന്നില്ല. അതാ പറഞ്ഞത്, വിജയ് സേതുപതിയെ വരെ ഫോളോ ചെയ്യുന്നുണ്ട്, സ്വന്തം അച്ഛൻ വിജയെ ഫോളോ ചെയ്യുന്നില്ല. ആൻഡ് നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, 2008 കുരുവിക്ക് ശേഷം തൃഷയും വിജയും കൂടെ പിന്നെ ഒന്നിച്ച് അഭിനയിക്കുന്നത് 2021 ലിയോയിലാണ്. ഒരു ലോങ് 15 ഇയേഴ്സ് ഗ്യാപ്പ് ഇവരുടെ ഈ ഒരു കരിയറിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ കാണിക്കാം. കമലഹാസന്റെ മൂവി തഗ് ലൈഫ്, അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് തൃഷ, കമലഹാസൻ, നമ്മുടെ STR ഇവരെല്ലാം കൂടെ ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പേളിമാണിയായിരുന്നു അവർ ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഈ തൃഷയെടുത്തും കമലഹാസന്റെ അടുത്ത കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കമലഹാസൻ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പറയുന്ന കാര്യം എയർ ചെയ്ത വെർഷനകത്തില്ല, പക്ഷെ അത് അൺഫിൽറ്റേഡ് വെർഷനകത്ത്, എന്ന് വെച്ചാൽ ആ വേദിയിലിരുന്ന ആളുകൾ ഷൂട്ട് ചെയ്ത വെർഷനകത്ത് ആ ഒരു കാര്യമുണ്ട്. അതിന്റെ വീഡിയോയും ഇപ്പം ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. ഞാൻ അതോടെ ഒന്ന് വെക്കാം. Two people can be extremely happy together without a marriage. Two people can be in a marriage and be extremely unhappy. So I'm not for it. Pannida avnonu illa, but I'm not against it. Panna okay. അത് വരും. ആണോ മാരേജിനെ പറ്റിയാണ് ചോദിക്കുന്നത്. 2 വ്യക്തികൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാം, സന്തോഷം അല്ലാതെ ഇരിക്കാം. ഞാൻ മാരേജിന് അഗൻസ്റ്റ് അല്ല. അപ്പം പണ്ണണമെന്ന് നിർബന്ധമില്ല, പണ്ണിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള കമലഹാസന്റെ ഒരു സംഭവമാണ് നിങ്ങൾ ഒന്ന് നോക്കേണ്ടത്. வராது அந்த மாதிரி. சார் உங்க ஆன்சர் சார். என்ன சொல்லுங்க கல்யாணத்தை பத்தி சொல்லுங்க சார். அது கம்ப்ளைண்ட் பண்ணக்கூடாதுங்க. இது பாராட்டு விழா, இங்க வந்து கம்ப்ளைண்ட் பண்ணிட்டு கூடாது. ഇതാണ് നമ്മൾ TV കണ്ട വെർഷൻ. ഇനി അവിടുത്തെ ഓഡിയൻസ് ഈ ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വെർഷനൂടെ കാണിക്കാം. അതിനിടയ്ക്ക് സ്കിപ്പായി പോയ ഒരു ഡയലോഗ് ഈ ഒരു വെർഷനകത്തുണ്ട്. അതാണ് താഴെ കൊടുത്തേക്കുന്നത്. Panna okay. அது வரும் ஆனா வராது அந்த மாதிரி. வரலாம். சோ anyway thank you. கமல் சார் யோசிக்கிறீங்க. ஓட்டு போடுவாங்களா மாட்டாங்களான்னு யோசிக்க. கமல் சார் யோசிக்கிறீங்க. ஓட்டு போடுவாங்களா மாட்டாங்களான்னு யோசிக்க. எப்பா ஓட்டு போடுறவங்க யாரும் அப்படி நினைச்சிடாதீங்க. ஓகே சார் உங்க ஆன்சர் சார். என்ன சொல்லுங்க கல்யாணத்தை பத்தி சொல்லுங்க சார். அது கம்ப்ளைண்ட் பண்ணக்கூடாதுங்க. இது பாராட்டு விழா. വോട്ട് പോടുവാങ്കളാ മാട്ടാങ്കള എന്നുള്ള ഒരു ഡയലോഗ് അവിടെ കമലഹാസൻ അടിക്കുന്നുണ്ട്. ഈ TVK എന്നാണല്ലോ വിജയുടെ പാർട്ടിയുടെ പേരും. തമിഴ് വെൽട്രിക് കഴകം എന്നുള്ളത് വരെ വേണമെങ്കിൽ നമുക്ക് തൃശ വിജയ് കഴകം എന്നെങ്കിലും ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ കൊടുത്തേക്കുന്ന ക്യാപ്ഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എവറിബഡി ഇൻ ഇൻഡസ്ട്രി നോസ് TV മീൻസ് തൃഷ വിജയ് ഇറ്റ് സീംസ് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ ഇൻഡസ്ട്രിയിലുള്ള ഒരുപെട്ട എല്ലാവർക്കും അറിയാം എന്നുള്ള തരത്തിലാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ കമലഹാസൻ അവിടെ അങ്ങനെ ഒരു ഡയലോഗ് അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കുറച്ച് നാൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഫോട്ടോയും ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ഈ പിക്ക് കണ്ടില്ലേ? ഈ പിക്ക് തൃഷ പോസ്റ്റ് ചെയ്ത പിക്കാണ്. ഇതിനകത്തൊരു ഷൂ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഷൂ തിരക്കി അന്ന് ആളുകൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഷൂ കണ്ടെത്തി നമ്മൾ ഈ ഒരു പിക്ക് നോക്കുവാണെങ്കിൽ അത് വിജയുടെ ഷൂ ആണ് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് തൃഷ ഇട്ട ഒരു സ്റ്റോറിയാണ്. ആക്ച്വലി ഈ ഒരു ഫോട്ടോ എടുത്തേക്കുന്നത് ഈ ഷൂ ഇട്ട വ്യക്തിയാണ്. അന്നേരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിന് മുമ്പായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ നമ്മുടെ കീർത്തി സുരേഷിന്റെ
മാരേജിന് പോയ സമയത്ത് വിജയുടെയും തൃഷയുടെയും വീഡിയോ ഇതാണത്. എയർപോർട്ടിലോ എന്തോ സംഭവം എത്തിയ സമയത്ത് അവരെ ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. തൃഷ പോകുന്നു, അത് കഴിഞ്ഞിട്ട് വിജയെ ചെക്ക് ചെയ്യുന്നു, ആൻഡ് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കാറിൽ കയറി പോകുന്നു. സെയിം കാറിൽ തന്നെയാണ് തോന്നുന്നു കയറി പോകുന്നത്. ഞാൻ മറ്റേ മേളിൽ സാധനമൊക്കെ വെച്ചിട്ടുള്ള കാറിലാണ് കയറി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായത്. ആ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഈ പെറ്റീഷനകത്ത് ഇങ്ങനെ ഒരു കാര്യം കൊടുത്തിരിക്കുന്നത്. ദ റെസ്പോണ്ടന്റ് കണ്ടിന്യൂ ടു ട്രാവൽ എബ്രോഡ് ആൻഡ് അറ്റൻഡ് പബ്ലിക് ഇവന്റ്സ് വിത്ത് സെഡ് ആക്ട്രസ്. ദ ആക്ട്രസ് റെഗുലർലി പോസ്റ്റഡ് ഫോട്ടോഗ്രാഫ് ഓഫ് ദീസ് ഔട്ടിംഗ് ഇൻ സോഷ്യൽ മീഡിയ. നമ്മൾ നേരത്തെ കാണിച്ച ആ ഷൂവിന്റെ പിക്ക് ഉണ്ടല്ലോ, ആ ഒരു പിക്കിനെ പറ്റിയാണ് എന്ന് തോന്നുന്നു ഈ ഒരു കാര്യം പറയുന്നത്. ദ റെസ്പോണ്ടന്റ് നെയ്തർ ഡിനൈഡ് നോർ ഒബ്ജക്റ്റഡ് ടു ദീസ് പോസ്റ്റ്, thereby tactically endorsing them. These posts widely circulated caused repeated humiliation to the petitioner and the children. See, ഈ പോസ്റ്റ് തൃഷ പോസ്റ്റ് ചെയ്തതാണ്. ഇത് എബ്രോഡ് പോയ സമയത്ത് എന്തോ എടുത്ത പോസ്റ്റാണ്. ഓക്കെ, എല്ലാ തവണയും വിജയുടെ ബർത്ത്ഡേ ആവുന്ന സമയത്ത് ഒരു കോൺട്രവേഴ്സി വരാറുണ്ട്. ലാസ്റ്റ് ബർത്ത്ഡേ 2025 ജൂൺ 22 തൃഷയുടെ പോസ്റ്റാണ്. തൃഷയ്ക്ക് കുറെ പട്ടികളുണ്ട്, ആ പട്ടിയെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിജയുടെ പോസ്റ്റ്. അന്ന് ആ സമയത്ത് തന്നെ ആളുകൾ പറഞ്ഞ ഒരു കാര്യമാണ് ഫ്യൂച്ചർ MGR ആൻഡ് ജയലളിത. അപ്പൊ MGRും ജയലളിതയും കുറെ ഇതുപോലുള്ള കോൺട്രവേഴ്സിയിൽ പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ വേറൊരു പോസ്റ്റും കൂടെ കാണിക്കാം, കീർത്തി സുരേഷിന്റെ കല്യാണത്തിന് പോകുമ്പോഴുള്ള പോസ്റ്റ്. ഇതെല്ലാം ഇപ്പൊ വൈറലാവുക. മീ ആൻഡ് മൈ വൈഫ് ഇൻ എ റാൻഡം ഫാമിലി ഫംഗ്ഷൻ എന്നും പറഞ്ഞിട്ടാണ്. സോ ഇതൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും ഏത് ഭാര്യയ്ക്കാണെങ്കിലും കുരു പൊട്ടുമല്ലോ. അവരെയും കുറ്റം പറയാൻ പറ്റത്തൊന്നുമില്ല. വിജയ് ആണെങ്കിൽ തൃഷയുടെ കൂടെ അല്ലാതെ വേറെ ഒരു നടിയുടെ കൂടെ പുറത്തു പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. തൃഷയാണെങ്കിൽ വിജയുടെ കൂടെ അല്ലാതെ വേറെ ഒരു നടൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പോസ്റ്റ് ഇങ്ങനെ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ബർത്ത്ഡേ ഇങ്ങനെ എല്ലാ വർഷവും കൃത്യമായിട്ട് വിഷ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പം എന്തൊക്കെയോ നല്ല രീതിയിൽ ചിരി നാറുന്നുണ്ടേ. ഏതാണ്ടൊക്കെ സത്യം ഇതിനകത്തുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ഇതുകൂടാതെ പഴയ ഒരു തൃഷയുടെ ഒരു ഇന്റർവ്യൂ അല്ല ഒരു സംഭവം കൂടെ വൈറലാവുന്നുണ്ട്, അതുകൂടെ വെക്കാം. நிஜமா சொல்றேங்க. அரசியல் சினிமா நீங்க நிஜமாவா? பாருங்க ஒரு 10 வருஷத்துல 10 வருஷம் கழிச்சு சிஎம் என்னெல்லாம் பண்ண போறீங்க? போட்டு போடுங்க. ஆமா இல்ல 11 years 15 years. ആ ഒരു പ്രോഗ്രാമിനകത്ത് തൃഷ എടുത്ത് അഭിനയം കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ച സമയത്ത് തൃഷ പറഞ്ഞൊരു കാര്യമാണ്, 10 വർഷം കഴിഞ്ഞ് ഞാൻ CM ആകെ പോകുകേ. നിജമാ സൊല്ലറേന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോസ്റ്റൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. അപ്പൊ പുരിയല്ലേ ഇപ്പൊ പുരിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ആളുകൾ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. ഇതുകൂടാതെ വേറൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. ഇത് നമ്മുടെ മലയാളം മീഡിയ പറഞ്ഞായിട്ട് കേട്ടില്ല. DMKയുടെ യൂത്ത് വിങ് മെമ്പർ ഒരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്ത് കൊന്നതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ്. ഇത് DMKയുടെ ഒരു യൂത്ത് വിങ് മെമ്പർ ആയതിന്റെ പേരിൽ ഇപ്പം അത് ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം TVKക്കാർക്ക് പൊളിറ്റിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ DMKക്കെതിരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുധം ഇതാണ്. പക്ഷെ എന്നാലും അത്ര പവർഫുൾ അല്ല. അതൊരു യൂത്ത് വിങ് മെമ്പർ മാത്രമാണ്, ഒരു മുൻനിരയിൽ നിൽക്കുന്ന നേതാവൊന്നും അല്ല. അതുകൊണ്ടാണ് ഇത് അത്ര ചർച്ചയാവാത്തത്. പക്ഷെ TVK നല്ല രീതിയിൽ ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള അറ്റാക്കും ഡിഫെൻഡിങ്ങും നടക്കുന്നുണ്ട് TVK ആൻഡ് DMK. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് ഗൈസ് തോന്നുന്നത്? പറയൂ, താഴെ വന്ന് കമൻറ്റ് ചെയ്യൂ. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മളിതിന് തൊട്ട് മുമ്പിട്ട വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പം ശരി, വേറൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.